ദൈവം അബ്രഹാമിന് കൊടുത്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു ഈ സ്ഥാപനം. ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട് റിയലി ഹാപ്പി ആൻഡ് എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു 1 month ആയുള്ളൂ ഇവിടെ ബ്ലോസം വാലിയിൽ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട്. ആക്ച്വലി ഞങ്ങൾ വരാൻ കാരണം തന്നെ ഒരു 2 year ഒക്കെ ആയി അവനിപ്പോൾ. പക്ഷെ ഒരു ചെറിയ സ്പീച്ച് ഡിലേ പോലെ ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഞങ്ങളുടെ കൺസേൺ. അപ്പം ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫോളോ അപ്പിന് വേണ്ടി ഒന്ന് കാണിച്ചു. അപ്പം ഇവിടെ വന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ബെറ്റർ കുറച്ച് തെറാപ്പി കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ പറയുന്നത്, ഞാനും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എങ്ങനെയാണ് ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു പേരൻസ് വരുമ്പം അവരുടെ കൺസേണും അതുമൊക്കെ ഞങ്ങളുടെ എന്തൊക്കെ കൺസേൺ ഉണ്ടോ അതെല്ലാം ഇവിടെ അവർ എന്താ പറയുന്നത്, ഇവിടുത്തെ സ്റ്റാഫും അച്ഛനായാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര കംഫോർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾക്ക് ഈ ഉണ്ടായിരുന്ന സമയം ഭയങ്കര എന്താ പറയുന്നത്, ഒത്തിരി ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട് റിയലി ഹാപ്പി ആൻഡ് എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അത്രയും കൺസേൺഡ് ആയിട്ട് ഈച്ച് ആൻഡ് എവരി വൺ ഞങ്ങളിവിടെ കണ്ട ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു നല്ല കോർഡിനേഷൻ, ഭയങ്കരമായ ഒരു കോർഡിനേഷൻ ഉണ്ട് ഇവിടെ. അത് എല്ലാ സ്റ്റാഫും തമ്മിൽ, ഞങ്ങളുടെ തെറാപ്പിസ്റ്റ് ആയാലും ഇൻക്ലൂഡിങ് ഓഫീസ് സ്റ്റാഫ് ആയാലും എല്ലാവരും ഭയങ്കര ഒരു കോർഡിനേറ്റഡ് ആയിരുന്നു. ഞങ്ങളിവിടെ ഒരു തെറാപ്പി സെൻറ്റർ പ്രതീക്ഷയാണ് ഞങ്ങളിവിടെ വന്നത്. ബട്ട് സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും ഇതൊരു തെറാപ്പി സെൻറ്റർ അല്ല, ഞങ്ങൾക്കിതൊരു സെക്കൻഡ് ഹോമായിരുന്നു. പ്രത്യേകിച്ചും ഇവിടുത്തെ സ്റ്റാഫ് എന്നല്ല, ഞങ്ങളുടെ കൂടപ്പുറപ്പുകളായിരുന്നു. കാരണം ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും എൻ്റെ വൈഫ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ അവസ്ഥകളാണ് ഇവിടെ പറഞ്ഞപ്പോൾ. കാരണം ഞങ്ങൾക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒന്നാമത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പോയി വരുന്ന ദൂരവും എല്ലാം കണക്കുകളെടുത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ അറിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൂടുതലൊന്നും പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയും കണ്ട് ഞങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്താൽ ഇവിടുത്തെ സ്റ്റാഫ്, അതായത് ഞങ്ങളുടെ കൂടപ്പുറപ്പ്, ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ഇവിടുത്തെ ഡയറക്ടർ പ്രിയ കടമ്പാക അച്ഛൻ, അദ്ദേഹം ഒരു ഡയറക്ടർ എന്നുള്ള ഉപരി ഞങ്ങളോട് പേഴ്സണലി എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് ഞങ്ങളോട് പ്രത്യേകിച്ചും കുഞ്ഞിനോടൊക്കെ വ്യക്തിപരമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് എന്താ പറയുക, ഒരു പാരൻസ് എന്ന നിലയിൽ അദ്ദേഹം വേണ്ട ഗൈഡൻസും എല്ലാം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിതൊരു സാറ്റിസ്ഫാക്ഷൻ എന്നല്ല ഞങ്ങൾക്ക് പറയേണ്ടത്. ഒരു ബിബ്ലിക്കലി ഒരു വേർഡ് പറയുകയാണെങ്കിൽ ദൈവം അബ്രഹാമിന് കൊടുത്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു ഈ സ്ഥാപനം. ഒരു തെറാപ്പി സെൻറ്റർ എന്നുപരി ഇവിടെ ചെയ്യുന്ന ചാരിറ്റി ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അല്ല, ഞങ്ങൾ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു എന്താ പറയുന്നത്, ഇപ്പം എല്ലാവരും മണി മൈൻഡഡ് ആണ്. പക്ഷെ ഒരു മണി മൈൻഡഡും അല്ലാതെ, കാരണം ആ ചാരിറ്റിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ അടുത്തുള്ള ആൾക്കാർ, അച്ഛനോട് സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ പറഞ്ഞ പോലെ ഈ അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്തു. കാരണം അതൊരു എന്താ പറയുന്നത്, ഒരു മണി മേക്കിംഗ് സ്ഥാപനം അല്ലാതെ ഒരു ഹോം പോലെ, അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് കാണാനില്ലാത്ത ഒരു എന്താ പറയുന്നത്, ഒരു കെയറിങ്ങും ഒരു ലവും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ സ്റ്റാഫിനോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. സ്പെഷ്യലി ഞങ്ങളുടെ തെറാപ്പിസ്റ്റ് സാരഥി, ആജ്ഞ, അതുകൂടാതെ ഞങ്ങളുടെ ഓരോ സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ടൈമിങ്ങിൻ്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അവർ ഞങ്ങൾക്ക് എത്രത്തോളം കംഫോർട്ടബിൾ ആക്കാവോ അത്രത്തോളം കംഫോർട്ടബിൾ ആക്കി തന്നു. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ ഓർത്തും ഞങ്ങൾ എന്നും മനസ്സുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഈ സ്ഥാപനം ഒരു സോഷ്യൽ എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റിനേക്കാൾ ഉപരി ഒത്തിരി പേർക്ക് ഇതൊരു ആശ്രയമായി തീരട്ടെ. മനസ്സുകൊണ്ട് ഞങ്ങളിവരെ ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.